ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അച്ചമ്മേനെയാണ്. അപ്പോൾ കമലയുടെ റൂമിലേക്ക് ചെന്നു. കമലെ, നീ റെഡിയായോ എന്ന് ചോദിച്ചു. അപ്പോൾ കമല നല്ല റെഡിയായി നിൽക്കുകയാണ്. സുധാകരൻ എവിടെ? കുളിക്കാൻ പോയി. ഇവൻ്റെ ഒരു കാര്യം, അവർ വരുമ്പോഴത്തേനും റെഡിയായി നിൽക്കണമെന്ന് എപ്പോൾ പറഞ്ഞാലും അവനനുസരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പം നമ്മുടെ വിനായകനും അതുപോലെ തന്നെ വിഷുവൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അല്ല, എന്താ രണ്ടുപേരും ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചോ. അല്ല, ശരിക്കാതെ പോകുന്നത് ശരിയാണോ അച്ചമ്മേ? ക്ഷണിച്ചല്ല, കൂട്ടിക്കൊണ്ട് പോകാനാണ് വരുന്നത്. അതുപോലെ ആര്? വേദയുടെ അമ്മയും മുത്തശ്ശിയും. അത് ശരി, അപ്പം അച്ചമ്മ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലേ? അപ്പം നന്ദിനി അങ്ങോട്ടേക്ക് വന്നിട്ട്, അച്ചമ്മേ ആദ്യമായിട്ട് അവരുടെ വീട്ടിലേക്ക് പോവല്ലേ? ഞാനും ശ്രീജേച്ചി കൂടെ വന്നാലോ? അല്ല, വീടും പരിസരമൊക്കെ ഒന്ന് കാണുകയും ചെയ്യാലോ. ഞാനെങ്ങുമില്ല എന്ന് പറഞ്ഞു ശ്രീജ. അങ്ങനെ പറയില്ലേ ശ്രീജേച്ചി, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് പോവാ? എൻ്റെ കൂടെ ഒന്ന് വാ. അതിന് നീ എന്തിനാ പോണത്? അതെ, വിഗ്രഹം വെച്ച് പൂജിക്കുന്നത് വേദയും വിഗ്രഹമല്ലേ, അവൾ വന്നോട്ടെ. ബന്ധുവീടുകളിൽ പോകുന്നതും ബന്ധുത്വം സ്ഥാപിക്കുന്നതും നല്ലത് തന്നെയാണ്. നമുക്കറിയാത്തൊരു വീട്ടിലേക്ക് എന്ന് ശ്രീജ പറഞ്ഞപ്പോൾ ശ്രീജേച്ചിക്ക് ഈ വീട്ടിൽ അറിയാവുന്നിട്ടാണോ വന്നത്? അതെ, ഇങ്ങനെയൊക്കെയല്ലേ ബന്ധം സ്ഥാപിക്കുക. അതെ, അത് ശരിയാ. ശ്രീജെ, നീ ഒന്ന് കൂടെ ചെല്ല്, എല്ലാവരും ഉള്ളതല്ലേ. ഞാൻ എന്തായാലും ജോലിക്ക് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ വിഷു അങ്ങോട്ടേക്ക് പോയി. അപ്പം ഇവരെല്ലാം റെഡിയാകാൻ പോയി. സുധാകരൻ മാഷിനെ നോക്കി അച്ചമ്മ പുറത്തേക്കും പോയി. നന്ദിനി, നീ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇത്ര തിരക്കിട്ട് പോകണമെങ്കിൽ കാരണം അറിയാലോ. മനസ്സിലായല്ലോ. അതാണ് അവസരം കിട്ടുമ്പോൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ദേ, അവിടെ ചെന്നേ വർഷേച്ചിയായിട്ട് കൂടി ചേർന്ന് എന്താ ചെയ്യാൻ പറ്റുകയെന്നൊന്ന് ആലോചിക്കാമല്ലോ. മനസ്സിലായി എൻ്റെ പൊന്നോ ഭഗവാനേ എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ അങ്ങോട്ട് ചെന്നപ്പോൾ സുധാകരൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. സുധാകര, നീ തയ്യാറായില്ലേ? ചില നല്ല കാര്യങ്ങൾക്ക് തീരുമാനമെടുത്താൽ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കരുത്. എൻ്റെ അമ്മ അത് ഓരെന്നാലും ഇല്ല. നീ വേഗം പോയി ഒന്ന് റെഡിയാവ്. സാവിത്രിയും പത്മവും നമ്മളെ കൂട്ടിക്കൊണ്ടു പോവാൻ ഇപ്പം ഇങ്ങെത്തും. അപ്പോൾ അവർ വരുമ്പോൾ സംസാരിച്ച് എല്ലാം പ്ലാൻ ചെയ്തിട്ട് അവർ വരുമ്പോൾ നമ്മൾ ഒരുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സുധാകര? അപ്പോൾ സുധാകരൻ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോഴാണ് വേദ കുളി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നത്. വേദമോളെ, കുളി കഴിഞ്ഞോ? വിക്രം എവിടെ? കുളിക്കുന്നതിന് മുൻപ് ഞാൻ വിളിച്ചിട്ട് അച്ചമ്മ ഇറങ്ങിയത്. ഇപ്പോൾ എഴുന്നേറ്റുമല്ലോ എന്ന് അറിഞ്ഞൂടാ. അവനെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ് അച്ചമ്മ ചെല്ലുമ്പോൾ വിക്രം അവിടെ കട്ടിലിൽ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. എടാ, നീ ഇതുവരെ കുളിച്ചില്ലേ? നീ ഇനി എത്രയൊക്കെ ബലം പിടിച്ചാലും ഇന്ന് 2 പേരും വീതയുടെ വീട്ടിൽ പോയിരിക്കാം. അവിടുത്തെ പൂജാമുറിയിൽ വിഗ്രഹം വച്ച് 2 ആളും പ്രാർത്ഥിച്ചിരിക്കാം. അതുകൊണ്ട് എൻ്റെ മോൻ എഴുന്നേൽക്ക്, വേഗം ചെന്ന് പോയി കുളിക്കാൻ നോക്ക്. ചെല്ല് വിക്രം എന്ന് പറഞ്ഞു. അവസാനം വിക്രത്തിന് വേറെ നിർവാഹമൊന്നുമില്ലാതെ വിക്രം നേരെ കുളിക്കാൻ പോവാണ്. ഈ സമയത്താണ് നമ്മുടെ പത്മവും അതുപോലെ തന്നെ അച്ചമ്മയും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവർ വന്നത് കണ്ട് അച്ചമ്മ ഭയങ്കര സന്തോഷത്തിൽ, കമലേ, ദേ വേദമോളെ, ദേ അവർ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. അല്ല, സുധാകരൻ മാഷും വിക്രവും ഒക്കെ എല്ലാവരും വരുന്നുണ്ട്. സുധാകരൻ തയ്യാറാവുന്നു. വിക്രം കുളിക്കാൻ കയറി. വാ, അകത്തേക്ക് ഇരിക്കാം. ഇവരെ ക്ഷണിച്ചുകൊണ്ട് ഇവർ അകത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഈ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് എല്ലാവരോടും തൊഴുത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അച്ചമ്മ വേഗം, വിക്രം ആ കൈവിളക്കെടുക്ക്. വേദമോളെ, നീയും കൂടി അവൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ച് 2 പേരുടെ ആ തിരിയെല്ലാം കത്തിക്ക് എന്ന് പറഞ്ഞു. അപ്പം നിലവിളക്കിൻ്റെ തിരിയെല്ലാം ഇവർ 2 പേരുടെ കത്തിച്ച് അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ പിന്നെ ഇനി കാപ്പ് കുടിച്ചിട്ട് ഇറങ്ങാം, എല്ലാം റെഡിയാ. അപ്പം വിശ്വൻ, ഞാൻ കഴിച്ചു, എനിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ വിശ്വൻ പുതിയ ജോലിക്ക് കയറിയല്ലേ? അതെ, എന്നാൽ ഞാൻ അങ്ങോട്ട്. വിശ്വട്ടാ, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിനായകനും, എനിക്ക് ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യമുണ്ട്, എന്നാൽ പോയിട്ട് വരട്ടെ, നന്ദിനി പോകുന്നുണ്ട്. അപ്പോൾ അച്ചമ്മയൊന്ന് കൊഞ്ചിച്ചിട്ട് വിനായകൻ അങ്ങോട്ടേക്ക് പോവാം. എന്നാൽ വേഗം ആവട്ടെ, ഭക്ഷണം കഴിച്ചിട്ട് നമുക്കിറങ്ങാം, അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് ഇവരെ ക്ഷണിച്ചുകൊണ്ട് ഇവരെല്ലാവരും അകത്തേക്ക് ചെല്ലുകയാണ്. പക്ഷേ വിക്രത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. എന്തായിരിക്കും ഇനി അവിടുത്തെ സ്ഥിതി എന്നോർത്തിട്ടാണ് ആൾ ഭയങ്കര അപ്സെറ്റാണ്. എന്നിട്ട് ഇവരെല്ലാവരുടെ വണ്ടിയൊക്കെ വിളിച്ച് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പോൾ വേഗം തന്നെ ശ്രീകാന്ത് നോക്കിയിട്ട്, അമ്മയും മുത്തശ്ശിയും അച്ഛ ഇത് അവരെയും കൊണ്ട് വന്നിട്ടുണ്ട്. ആര്? ചേച്ചിയാണോ എന്ന് ചോദിച്ചു ദീപ്തി. വേറെ ആരൊക്കെ വന്നു ചേട്ടാ? വന്ന് നോക്കായിരുന്നില്ലേ? അപ്പോൾ വേഗം തന്നെ ദീപ്തി ചെന്ന് നോക്കുമ്പോഴത്തേനും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ വേഗം ചെന്നിട്ട്, അച്ഛ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരുമോ എന്ന് ചോദിച്ച് വേഗം തന്നെ ശങ്കർ നാരായണനും ചെന്നൊന്ന് നോക്കി കേട്ടോ.
അപ്പോൾ എല്ലാവരും ഉണ്ട് എന്നും മനസ്സിലായി അദ്ദേഹത്തിന്. അന്നേരം ഇവരെല്ലാവരും ഇവിടെ നിൽക്കുവാണ്. പുറത്തിറങ്ങി വിക്രമും വേദയും 1-2 തവണ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു വരവ് ഇതാദ്യമായിട്ടാണ്. അതുകൊണ്ട് വെറുതെ അങ്ങനെ കയറിയാൽ പോരാ. 1 മിനിറ്റ്, ഞങ്ങൾ ഇപ്പോൾ വരാവേ, എല്ലാവരും ഇവിടെ നിൽക്കണേ എന്ന് പറഞ്ഞ് ഇവരെ ഇവിടെ നിർത്തിയിട്ട് പത്മവും അതുപോലെ തന്നെ അമ്മയും കൂടി നേരെ അകത്തേക്ക് കയറി പോവാണ്. എല്ലാവരും വന്നേ എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. സുധാകര വാടാ. അമ്മേ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അമ്മ എന്തിന് ഈ ആവശ്യമില്ലാത്തതൊക്കെ ഷൂട്ട് ചെയ്ത് ചാനലിടുന്നത്? മനുഷ്യർ തമ്മിലുള്ള ബോണ്ടിങ് നന്നാവാൻ ഇതൊക്കെ ആവശ്യമാണ് സുധാകര എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും മിണ്ടാനൊന്നും പറ്റുന്നില്ല. ഇടയ്ക്ക് വിക്രത്തെ നോക്കുന്നുണ്ട് വേദ. അപ്പോൾ അതേണ്ട പിന്നെ കാണുന്നത് അകത്താണ്. അപ്പോൾ എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേനും ശങ്കർ നാരായണൻ അനങ്ങാതെ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും സാവിത്രി അമ്മയ്ക്ക് ദേഷ്യം വന്നു. ശങ്കർ നാരായണനോട് വരാൻ പറഞ്ഞപ്പം ആൾ അനങ്ങാതിരിക്കുകയാണ്. ഒരുമാതിരി വൃത്തികെട്ട പണി കാണിക്കരുത് എന്നിങ്ങനെ സാവിത്രി അമ്മ പറയാണ്. അവരെല്ലാവരും നമ്മുടെ മുറ്റത്താണ് വന്നിരിക്കുന്നത്, മനസ്സിലായോ? വിളിച്ചകത്ത് കയറ്റേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് ശങ്കര. എടാ നിന്നോടാ പറഞ്ഞത്, അവർ നമ്മുടെ ബന്ധുക്കളാ. എന്നു മുതൽ എന്ന് ചോദിച്ചു ശ്രീകാന്ത്. നീ മിണ്ടരുത് എന്ന് ശ്രീകാന്തിനോട് തട്ടിച്ചു കയറുകയാണ്. അപ്പോൾ അതേ പത്മം നിലവിളക്കൊക്കെ കത്തിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. എന്താമേ എന്ന് ചോദിച്ചോ. ശ്രീകാന്ത് വരുന്നില്ലെങ്കിൽ വരണ്ട, ശങ്കരേട്ടൻ വരും. അവർ ഈ വീടിൻ്റെ പഴിവാക്കിലെത്തിയിട്ട് ഇങ്ങനെ പെരുമാറുന്നത് നല്ലതല്ല. അവരെ വിളിക്കണമെന്നും അർച്ചന നടത്തണമെന്നും അച്ഛൻ പറഞ്ഞിട്ടില്ലല്ലോ. ശ്രീകാന്തേ മതി, അമ്മേ ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ശങ്കർ നാരായണൻ ഇവരുടെ കൂടെ പോവാണ്. അപ്പോൾ ദീപ്തിയോട് ചോദിച്ചു, നീ വരുന്നില്ലേ? പിന്നെ ഞാൻ വരാതിരിക്കുമോ? അപ്പോൾ ദീപ്തിയും കൂട്ടി ഇവരെല്ലാം നിലവിളക്കൊക്കെ ആയിട്ട് പുറത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇവർ കാത്തു നിന്നിട്ട് മടുത്തു. കാത്തു നിന്നിട്ട് കുറേ നേരമായല്ലോ, മടുത്തു. ഇവരിതുവരെ വിളക്കും ആരതിയൊന്നും എടുത്ത് കഴിഞ്ഞില്ലേ? ഒന്ന് മിണ്ടാതിരി നന്ദിനി എന്ന് പറഞ്ഞു ശ്രീജ. ഏട്ടത്തി പറഞ്ഞാൽ ശരിയല്ലേ, എത്ര നേരം ഇവിടെ നിൽക്കും? അമ്മയും വേദയുടെ മുത്തശ്ശിയും കൂടെ അല്ലേ ഇതൊക്കെ പ്ലാൻ ചെയ്തത്? അതിനെന്താ, അവർ വരും. വിളിച്ചു വരുത്തി അപമാനിക്കാനായിരുന്നെങ്കിൽ ഇത് മുൻകൂട്ടി അറിയായിരുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ ഭയം വേണ്ട അച്ഛാ, എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യില്ല എന്ന് വേദ പറഞ്ഞു. ഭയമല്ല, ജാഗ്രതയാ. കാറ് പിടിച്ചു വന്ന് നാണം കിടണ്ടല്ലോ എന്നുള്ള ജാഗ്രത അല്ലേ അച്ഛാ? നന്ദിനി മിണ്ടാതിരി, നീ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് വന്നതാ, അതോർത്തോ നീ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ നിലവിളക്കും ആരതിയും ഒക്കെ ആയിട്ട് ഇവരെല്ലാവരും കൂടെ ഇറങ്ങി വരികയാണ്. അപ്പോൾ വിക്രം ഇങ്ങോട്ട് കയറി വാ വിക്രം എന്ന് പറഞ്ഞു. അപ്പോൾ വിക്രത്തിനും വേദയ്ക്കും ആരതിയൊക്കെ ഒഴിഞ്ഞ് വേണ്ട കുറിയൊക്കെ തൊട്ട് കൊടുക്കുകയാണ് നമ്മുടെ സാവിത്രി അമ്മ. ഭയങ്കര സന്തോഷത്തിലായി കേട്ടോ. അപ്പോൾ എല്ലാവരും നിന്നിട്ട് അപ്പോൾ വേഗം ശങ്കർ നാരായണൻ സുധാകരൻ മാഷ് വരൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശ്രീജ, നന്ദിനി, കമല എല്ലാവരും വരൂ എന്ന് പറഞ്ഞ് എല്ലാവരും ക്ഷണിച്ചു. സഹോദരിയുടെ ഭർത്താവ് ആദ്യമായി വീട്ടിലേക്ക് കയറി വരുമ്പോൾ സഹോദരൻ കാല് കഴുകി സ്വീകരിക്കണം എന്ന് നമ്മുടെ അച്ചമ്മ പറഞ്ഞു. അത് അളിയൻ്റെ അവകാശമാണ്. പെട്ടു നമ്മുടെ ശ്രീകാന്ത്. അപ്പോൾ വിക്രത്തിന് ഈ ആചാരം ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു. വിക്രം ചിരിച്ച വടി നിൽക്കുക. ആര് പറഞ്ഞു അതില്ലാന്ന് എന്ന് ചോദിച്ചു നമ്മുടെ സാവിത്രി അമ്മ. അമ്മണി അച്ചമ്മയാണ് ഇത് പറഞ്ഞത്. ശാന്തേ അതിങ്ങെടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശാന്ത ഇതേണ്ട ആ വെള്ളവുമായിട്ട് വരികയാണ്. എടാ ശ്രീകാന്തേ നീ അത് വാങ്ങ എന്ന് പറഞ്ഞു. ശ്രീകാന്തിന് വേറെ നിർവാഹമില്ല. ശ്രീകാന്ത് അവസാനം അത് വാങ്ങി. എന്നിട്ട് എന്നാൽ നിങ്ങൾ 2 പേരും അങ്ങോട്ടേക്ക് കയറി നിന്നോളൂ. ആ കാലങ്ങ് കാട്ടിക്കൊടുക്ക്. ഒരഭിമാനത്തിൽ അല്ലെങ്കിൽ ഒരു ഇച്ചിരി അഹങ്കാരത്തിൽ തന്നെയാണ് വിക്രം കാല് വെച്ച് കൊടുക്കുന്നത്. അളിയൻ്റെ കാലുകൾക്കൊക്കെ നമ്മുടെ വിക്രത്തിനെ ഭയങ്കരമായിട്ട് അങ്ങ് ബോധിച്ചു. എന്നിട്ട് ഇങ്ങനെ നോക്കാം കേട്ടോ. ശ്രീകാന്തിന് നാണക്കേട് കൊണ്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥ. എന്നിട്ട് നിലവിളക്കുമായിട്ട് ഈ ആരതിയൊക്കെ ഒഴിഞ്ഞ് ഇവരെ അകത്തേക്ക് കയറ്റി അകത്ത് കയറുകയാണ്. അപ്പോൾ എല്ലാവരും വരൂ എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരെയും ക്ഷണിച്ചൊക്കെ അവിടെ ഇരുത്തി ഭയങ്കര സന്തോഷമായി. കുടിക്കാൻ ജ്യൂസൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അപ്പോൾ വേഗം നന്ദിനി ഇടയ്ക്ക് വന്നിട്ട്, അതേ ഇത് സ്ക്വാഷ് കലക്കിയതല്ല, ഒറിജിനൽ ജ്യൂസാട്ടോ, ഒന്ന് മിണ്ടാതിരി നന്ദിനി എന്ന് പറഞ്ഞ് ശ്രീജ. അപ്പോൾ നന്ദിനിക്കാണെങ്കിൽ വെപ്രാളം കൊണ്ട് നിൽക്കാൻ പറ്റണില്ല. അപ്പം ഇവർക്ക് പരസ്പരം മിണ്ടാനുള്ളൊരു മടി, ഇങ്ങനെ നോക്കുന്നു ചിരിക്കുന്നു എന്നൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും, അല്ല സീതാരാമ വിഗ്രഹം പൂജാമുറിയിൽ വെക്കണ്ടേ, എന്നിട്ട് അവിടെ നിന്ന് വേണ്ടേ ആദ്യം അത് ചെയ്യാം, എന്താ ആവാം എന്ന് പറഞ്ഞു നമ്മുടെ പത്മ. അപ്പോൾ വേഗം തന്നെ സാവിത്രി അമ്മ അതിനു മുൻപ് ഒരു കടം വീട്ടാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സംശയം, എന്താ കടം എന്ന്. അതെന്താ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ സാവിത്രി അമ്മ എഴുന്നേറ്റിട്ട്, എന്താ സാവിത്രി? പറയാം അമ്മിണിയമ്മേ. അതെ, വർഷ എവിടെ എന്ന് ചോദിച്ചു. ശരിയാണല്ലോ, ഈ വീട്ടിലെ മരുമകളായി വർഷയെ കണ്ടില്ലല്ലോ.
വർഷ ഇങ്ങോട്ട് വിളി ശ്രീകാന്തെ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് വർഷേനെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആ അപ്പോൾ കടം എന്താണെന്ന് പറയാം. മോൻ എവിടെ? അകത്തുണ്ട്. എങ്കിൽ അവനെ ഇങ്ങോട്ട് എടുക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ശ്രീകാന്തിനെ നോക്കുകയാണ്. എന്താ പറഞ്ഞത് കേട്ടില്ലേ? വർഷ പ്രസവിച്ചു എന്നറിഞ്ഞപ്പോൾ ചേട്ടൻ്റെ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹവുമായി വേദമോള് ആശുപത്രിയിൽ ചെന്നിരുന്നു ശങ്കര. പക്ഷേ ശ്രീകാന്ത് അതിന് സമ്മതിച്ചിരുന്നില്ല. ആ ഒരു കടം ഇനി അതായിട്ട് കിടക്കേണ്ട. ആ കടം വീട്ടിയിട്ട് നമുക്ക് തുടങ്ങാം. എന്താ അതല്ലേ അതിൻ്റെ ഒരു മര്യാദ? അതെ, ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നതിന് മുൻപ് മനസ്സിൽ എന്തെങ്കിലും കരടുണ്ടായെങ്കിൽ അത് കളയുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞു. അവസാനം വേറെ നിർവാഹമില്ല, വർഷയോട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. വർഷ മനസ്സില്ലാതെ മനസ്സോടെ ആണെങ്കിലും കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ വേഗം തന്നെ അപ്പം ശ്രീജ പറയുകയാണ്, അതെ വർഷ വന്ന് വർഷയുടെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വേദ ഒരു ഗിഫ്റ്റ് വാങ്ങിയിരുന്നു. ആ ഗിഫ്റ്റ് നമ്മുടെ അച്ചമ്മ പറഞ്ഞതനുസരിച്ച് ശ്രീജ എടുത്ത് ബാഗിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ ബാഗിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതെടുത്ത് വെച്ചോളാൻ പറഞ്ഞത്. സുധാകരൻ മാഷ് ദേഷ്യം വന്നു. ഈ നാടകം നീ അമ്മയും വേദയുടെ മുത്തശ്ശിയും കൂടെ പ്ലാൻ ചെയ്തതാണോ എന്ന് ചോദിച്ചു. അവസാനം കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. നിങ്ങളെ രണ്ടുപേരുടെ തന്നെ വേദയുടെ കയ്യിലേക്ക് കൊടുക്ക് ശ്രീകാന്തെ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരുടെ കൊടുത്തു. വേദ കുഞ്ഞിനെ വാങ്ങി. ആൾക്ക് ഭയങ്കര സന്തോഷമായി. നോക്ക് വിക്രം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും കാണിച്ചിങ്ങനെ കൊടുക്കുകയാണ് ഭയങ്കര സന്തോഷത്തിൽ. അത്ഭുതം കൊണ്ട് വരുന്ന ആൾക്കാർ ആ കുഞ്ഞുങ്ങൾ എന്നാ പറയാറ്. വെറുതെ പറയുന്നൊന്നുമല്ല. എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ഒരു കുഞ്ഞിടയിൽ വരുന്നതോടെ അതെല്ലാം അവസാനിക്കും. അല്ലേ സുധാകര എന്ന് ചോദിച്ചു. അപ്പോൾ സുധാകരനൊന്നും മിണ്ടാനില്ലായിരുന്നു. സുധാകരൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്തിനെ നോക്കുന്നു. ശ്രീകാന്തനാണ് ദേഷ്യവും വരുന്നുണ്ട്. എന്ത് ചെയ്യും? എന്നാൽ ഇനി കുഞ്ഞിനെ കൊണ്ട് കിടത്തിക്കോ വർഷേ എന്ന് പറഞ്ഞു. അപ്പോൾ വർഷ കുഞ്ഞിനെയായിട്ട് പോയി കേട്ടോ. വേദമോളെ ആ പ്രസൻറ്റേഷൻ നീ നിൻ്റെ ചേട്ടനെ തന്നെ അത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വേദയ്ക്ക് ശരിക്കും സങ്കടമുണ്ട്. വേദ ആ പ്രസൻറ്റേഷനുമായിട്ട് നേരെ നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.